ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതുവത്സര ആശംസകൾ. നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ ക്രാഫ്റ്റ് വർക്ക് നമുക്ക് പഴയ കലണ്ടർ വെച്ച് ചെയ്യാം. കലണ്ടറിൽ നിന്ന് നീളം കൂടിയ പീസുകളും നീളം കുറഞ്ഞ പീസുകളും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് റോൾ ചെയ്തെടുക്കണം. നീളം കുറഞ്ഞ പീസുകളാണ് നമുക്ക് കുറേ എണ്ണം വേണ്ടത്. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതെല്ലാം നമ്മൾ ഇതുപോലെ റോൾ ചെയ്തെടുത്തു. നീളം കുറഞ്ഞ പീസുകൾ റോൾ ചെയ്തെടുത്തതെല്ലാം നമുക്ക് ഒരേ വലുപ്പത്തിലാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പഴയ കലണ്ടർ വെച്ച് ചെയ്തെടുക്കാവുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കലണ്ടറിന്റെ ഈ ഒരു പീസിലേക്ക് നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 7 എണ്ണം ഇതുപോലെ ഒട്ടിച്ചെടുക്കുകയാണ്. നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒട്ടിച്ചെടുത്തത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ വേറെ 3 എണ്ണം കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബോക്സ് പോലെ ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. അതിന്റെ താഴെ വെച്ച് കൊടുക്കാനുള്ളതായതുകൊണ്ട് ഇത് നമ്മൾ കുറച്ച് കട്ടിയുള്ള പേപ്പറിലേക്കാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ചുറ്റുമുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിന്റെ 4 സൈഡിലും ഇത് ഒട്ടിച്ചെടുക്കണം. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഇന്നത്തെ ഒരു ക്രാഫ്റ്റ് ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണേ. 4 സൈഡിലും ഒട്ടിച്ചു കൊടുത്ത് ഒരു ബോക്സ് പോലെ നമ്മളത് ചെയ്തെടുത്തു. ഇനി നമ്മൾ കുറച്ച് നീളത്തിൽ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഈ ഒരു കലണ്ടറിന്റെ പീസിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതെല്ലാം ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മളത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് വളച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ബോട്ടിലിൽ ഇതുപോലെ വെച്ചൊന്ന് ചെയ്തെടുക്കുകയാണ്. ഇപ്പൊ നമുക്കത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇതിലേക്ക് നമുക്കത് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാനുള്ള പൂക്കളും പഴയ കലണ്ടർ വെച്ച് ചെയ്തെടുക്കണം. നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും ഇതുപോലെയാണ് നമുക്ക് ഫ്ലവർ ആക്കി എടുക്കേണ്ടത്. ഇതുപോലത്തെ ഫ്ലവർ ചെയ്തെടുക്കുന്നത് ഒരുപാട് തവണ നമ്മുടെ ചാനലിൽ കാണിച്ചതുകൊണ്ട് എല്ലാവർക്കും ഇത് ചെയ്തെടുക്കാൻ അറിയാം എന്ന് വിചാരിക്കുകയാണ്. ഇത് മുഴുവനായും ചെയ്തെടുത്തതിന് ശേഷം അഴിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിന്റെ ഇടയിലൂടെ എല്ലാം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ കുറെ പൂക്കൾ നമ്മളിവിടെ ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതിനെല്ലാം നമുക്ക് പെയിന്റ് ചെയ്തെടുക്കണം. ഇതിന് നമ്മൾ വൈറ്റ് കളർ പെയിന്റ് ആണ് കൊടുത്തെടുക്കുന്നത്. കുറച്ച് പൂക്കളിൽ നമ്മൾ പിങ്ക് കളറും കുറച്ച് പൂക്കളിൽ വൈറ്റ് കളർ പെയിന്റുമാണ് കൊടുത്തെടുത്തിട്ടുള്ളത്. ഇതിൽ 2 എണ്ണത്തിൽ പിങ്ക് കളർ കൊടുത്തെടുത്തു. ഇലകൾ കട്ട് ചെയ്തെടുക്കാനുള്ളതിലാണ് ഇനി നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഇലകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ കലണ്ടർ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പൊ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇതിനകത്തേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ ഗ്രീൻ കളർ പെയിന്റ് ഇതുപോലെ ഒന്ന് കൊടുത്തെടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന പൂക്കളുടെ താഴെയുള്ള ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഓരോ പൂക്കളായി ഇനി നമുക്കതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഫെവി ബോണ്ട് വെച്ചാണ് എല്ലാ പൂക്കളും നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇലകളും നമ്മൾ അതിനിടയിലൂടെ എല്ലാം ഒട്ടിച്ചെടുത്തു. പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇത് ബോ ഷേപ്പിലാക്കി ഇവിടെ നിന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഗ്രീൻ കളർ ത്രെഡ് വെച്ച് ചുരുണ്ട് നിൽക്കുന്ന വള്ളികൾ പോലെ നമ്മൾ അതിനിടയിലൂടെ എല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പഴയ കലണ്ടർ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പഴയ കലണ്ടറൊക്കെ വെച്ച് വേറെ ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.